ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 33-ാം വാക്യം. നഹശോൻ അബിനാദാബിൻ്റെയും, അബിനാദാബ് ആദ്മിൻ്റെയും, ആദ്മിൻ അർണിയുടെയും, അർണി ഹെസ്രോൻ്റെയും, ഹെസ്രോൻ പേരസിൻ്റെയും, പേരസ് യൂദായുടെയും പുത്രൻ. പരിശുദ്ധ തൃത്വ ദൈവത്തിന് സ്തുതി. യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരുവനായ യൂദായുടെയും, യൂദായുടെ മകൻ പേരസിൻ്റെയും, പേരസിൻ്റെ 5 തലമുറകളുടെയും പേരുകൾ കൊടുത്തിട്ടുള്ള ഒരു വാക്യം. ആരാണ് യൂദ? യാക്കോബിന് ലയയിലുണ്ടായ 7 മക്കളിൽ 4-മനായ യൂദ. റൂബേൻ, ശിമെയോൻ, ലേവി എന്നിവർക്ക് ശേഷം ലയയ്ക്ക് യാക്കോബിൽ ജനിച്ച മകൻ യൂദ. യൂദായെ 2 പ്രധാന സന്ദർഭങ്ങളിൽ കാണുന്നുണ്ട്. ഒരിക്കൽ തൻ്റെ സഹോദരന്മാരോട് നമ്മുടെ സഹോദരൻ ജോസഫിനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചു വെച്ചതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം? നമുക്കവനെ ഇസ്മായിലർക്ക് വിൽക്കാം. അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട. അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. അവൻ്റെ സഹോദരന്മാർ യൂദായുടെ ആ വാക്ക് കേട്ട് ജോസഫിനെ ആ കുഴിയിൽ നിന്നും എടുത്ത് ഇസ്മായിലർക്ക് വിൽക്കുന്ന ആ ഒരു സന്ദർഭം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ വായിക്കുന്നു. പിന്നീട് നമ്മൾ വീണ്ടും കാണുന്നത് ജോസഫിൻ്റെ കൊട്ടാരത്തിൽ വെച്ചാണ്. അവിടെ നിന്ന് മടങ്ങുന്ന സമയത്ത് സഹോദരന്മാർ അറിയാതെ ബെഞ്ചമിൻ്റെ ചാക്കിൽ ജോസഫ് പറഞ്ഞത് പ്രകാരം വെച്ച കപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം തിരിച്ചു വന്ന് തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഈജിപ്തിൻ്റെ അധിപതിയായി ഫറവോ വാഴിച്ചിരിക്കുന്ന ആ പ്രധാന ഭരണാധികാരിയോട് സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്ന യൂദ. ബെഞ്ചമിൻ ഇല്ലാതെ തിരിച്ചു ചെന്നാൽ വൃദ്ധനായ തങ്ങളുടെ പിതാവ് യാക്കോബ് ചങ്കുപൊട്ടി മരിക്കും. അതിനാൽ ബാലിനു പകരം സ്വയം അടിമയാകാൻ തയ്യാറാകുന്ന യൂദ. ബെഞ്ചമിന് വേണ്ടി, തങ്ങളുടെ ഇളയ സഹോദരനു വേണ്ടി ജാമ്യം നിൽക്കുവാൻ തയ്യാറാകുന്ന സഹോദരൻ യൂദ. പിന്നീട് നമ്മൾ കാണുകയാണ് 3 ആൺമക്കളുടെ പിതാവായ യൂദായെ. തൻ്റെ മകൻ വിവാഹം ചെയ്ത കനാന്യ സ്ത്രീ താമാർ ഒരു വിധവയായപ്പോൾ മരിച്ചുപോയ തൻ്റെ മൂത്ത മകൻ ഏറിനു പകരം 2-മത്തെ മകൻ ഓനാനെ കൊണ്ട് താമാറിനെ വിവാഹം കഴിപ്പിക്കുന്ന യൂദ. എന്നാൽ ഓനാനും മരിച്ചത് കണ്ട് ദുഃഖത്തിലായ യൂദ തൻ്റെ പ്രായപൂർത്തിയാകാത്ത 3-മത്തെ മകൻ ഷേലായെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാതിരിക്കാൻ താമാറിനെ സ്വന്തം ഭവനത്തിലേക്ക് അയക്കുന്ന യൂദ. ഭർത്തൃപിതാവ് യൂദ തന്നെ വിധവയാക്കി മക്കളില്ലാത്തവളാക്കി നിർത്തുന്നു എന്ന് കണ്ട് ഒരു വേശ്യയായി അഭിനയിച്ച് യൂദായിൽ നിന്നും ഗർഭം ധരിക്കുന്ന, ചതിയിലൂടെ ഒരു മകനെ, പേരസിനെ പ്രസവിക്കുന്ന ആ കനാന്യ സ്ത്രീയായ താമാർ. ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിജാതിയർക്കും യഹൂദന്മാരല്ലാത്തവർക്കും ചതിയിൽപ്പെടുത്തിയവർക്കും ചതിയിൽപ്പെട്ടവർക്കും പാപികൾക്കും ഒരു സ്ഥാനമുള്ളതായി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ന്യായപ്രമാണം നിരോധിച്ചിരുന്ന വ്യഭിചാരത്തിലൂടെ അറിയാതെയാണെങ്കിലും സ്വന്തം മരുമകളിലൂടെ ജനിച്ച യൂദായുടെ മകൻ പേരസിലൂടെ വികസിക്കുന്ന യേശുവിൻ്റെ വംശാവലി. പാപികൾക്കും തൻ്റെ പദ്ധതിയിൽ സ്ഥാനമുണ്ട് എന്ന് കാണിച്ചു തരുന്ന ദൈവം. ചെയ്യേണ്ടത് ചെയ്യാത്തവനും 3-മത്തെ മകൻ ഷാലയെക്കൊണ്ട് താമാറിന് വിവാഹം കഴിപ്പിക്കാതെ ചെയ്യരുതാത്ത ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നതിലൂടെ ഇരട്ടി പാപം ചെയ്യുന്ന യൂദ. താമാറിൽ ജനിച്ച മകനും യേശുവിൻ്റെ പിതാമഹനായ വംശാവലി. ദൈവത്തിൻ്റെ ക്ഷമയുടെയും മോചനത്തിൻ്റെയും വിജാതീയരോടും പാപികളോടും അവനുള്ള സ്നേഹത്തിൻ്റെയും യഥാർത്ഥ മുഖം കാണിച്ചു തരുന്ന യേശുവിൻ്റെ വംശാവലി. ഇന്ന് നമുക്ക് ഈ വംശാവലി വായിക്കുമ്പോൾ അവനിൽ ധൈര്യവും ശക്തിയും നേടുവാൻ, അവൻ്റെ മുൻപിൽ നമുക്കും പാപമോചനം ഉണ്ട്. അവൻ്റെ സ്നേഹത്തിന് എത്ര വലിയ പാപിയാണെങ്കിലും നാം അർഹരാണ് എന്ന ചിന്ത നമ്മെ ഓരോരുത്തരെയും യഥാർത്ഥ പശ്ചാത്താപത്തോടെ അവൻ്റെ സന്നിധിയിലേക്ക് നമ്മെ നടത്തുമാറാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.